അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അല്ലാഹുവിനാണ് സർവ്വസ്തുതി. അല്ലാഹു കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഓടി നടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാ തിങ്കളാഴ്ചയും, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, എല്ലാ തിങ്കളാഴ്ച ദിവസവും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളുമായി നമ്മൾ പഠിക്കുന്നത് ചരിത്ര പഠനമാണ്. ചരിത്രങ്ങൾ പഠിക്കലാണ്. ഓരോ സംഭവങ്ങൾ, ഓരോ മഹാന്മാരെ കുറിച്ച് പഠിക്കൽ, ഓരോ നബിമാരെ കുറിച്ച് പഠിക്കൽ, ഓരോ മഹദികളെ കുറിച്ച് പഠിക്കൽ, അതങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ചരിത്ര പഠനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തൊട്ടിൽ കിടന്ന് സംസാരിച്ച 4 കുട്ടികളുടെ ചരിത്രമാണ്. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തൊട്ടിൽ കിടന്ന് സംസാരിച്ച 5 കുട്ടികളുണ്ട്. തൊട്ടിൽ കിടന്ന് സംസാരിച്ച 5 കുട്ടികൾ. ആ 5 പേര് ആരൊക്കെയാണ്, ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് വേഗത്തിൽ കുറഞ്ഞ സമയത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തത് മറിയം ബീവി റളിയല്ലാഹു തആലയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമുക്ക് ചരിത്രം അറിയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ മറിയം എന്ന. ഒരു വനിതയുടെ പേര്, ഒരു മഹദിയുടെ പേര് ഖുർആനിന്റെ പേര് കൊടുത്തു. ആയിഷാബിയുടെ പേര് ഒരു ഖുർആൻ ആയത്തില്ല, ഒരു സൂറത്തില്ല. ഫാത്തിമാബിയുടെ പേര് ഒരു സൂറത്തില്ല. ഒരു മഹദികളുടെയും പേരിൽ ഖുർആനിന്റെ സൂറത്തിന്റെ പേരായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഒരു മഹദിയുടെ പേര് ഖുർആന്റെ സൂറത്തിന്റെ പേരായി അല്ലാഹ് കൊടുത്തെങ്കിൽ അത്രയും മഹത്തരമാണ്. മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയിൽ, പരിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് ഒരു മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇബാദത്തുമായി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ മലക്കാകുന്ന റഹ്മത്തുൽ ആലം, പരിശുദ്ധമായ മലക്കുകളുടെ നേതാവ് പരിശുദ്ധമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് വനഫഖ്ന ഊദീന, അള്ളാഹു ഊതാൻ പറഞ്ഞു. മറിയം ബീവിയിലേക്ക് ഊതിയപ്പോൾ മഹദിക്ക് ഗർഭമുണ്ടായി. മറിയം ബീവിക്ക് ഗർഭമുണ്ടായി. നമുക്കറിയാം, വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് ഗർഭവതിയായി എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മളടക്കം എന്തെല്ലാം നമ്മൾ വിളിച്ചു പറയും. പക്ഷെ മറിയം ബീവി റളിയല്ലാഹു തആല അതൊന്നും ചെവിക്കൊണ്ടില്ല. ആളുകൾ പലതും പറഞ്ഞു. മറിയം ബീവിയെ കുറ്റപ്പെടുത്തി, മറിയം ബീവിയെ ഒറ്റപ്പെടുത്തി, മറിയം ബീവിയെ കളിയാക്കി, മറിയം ബീവിയെ പരിഹസിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ അവിടെയൊന്നും മറിയം ബീവി റളിയല്ലാഹു തആല തളർന്നില്ല. അള്ളാഹുവിൽ നിന്നൊരൽപ്പം പോലും വിശ്വാസം വ്യതിചലിച്ചില്ല എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ പറയില്ല, പടച്ചോനെ നീയാത് തന്നത്, നീ കാരണം എന്തൊക്കെ കേൾക്കേണ്ടി വന്നു പടച്ചോനെ, ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ മറിയം ബീവി നാട് വിട്ടു ഒരു വിദൂര സ്ഥലത്തേക്ക് ഒറ്റപ്പെട്ടൊരു മരുഭൂമിയിൽ പോയപ്പോ അള്ളാഹുവിന്റെ തീരുമാനം, പ്രസവിക്കാൻ സമയമായി. ഒരു വയറ്റാട്ടിയും ഇല്ല, ഒരു ലേബർ റൂമിലും പോയില്ല, ഒരു അനസ്തേഷ്യം കൊടുത്തില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, മറിയം ബീബിയെ നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹ് ഏറ്റെടുത്തിരിക്കാണ്. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? താഴെ ഈ കാണുന്ന ചെറിയൊരു മലപ്രദേശമാണ്. ഈ മലയുടെ തൊട്ട് താഴ്വാരത്തിൽ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു. നടന്നു പോകാൻ പറഞ്ഞു. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. നടന്നു പോയി വെള്ളം കുടിച്ചിട്ട് തിരിച്ചു കയറി എന്നിട്ട് പറഞ്ഞു, ഈത്തപ്പഴ മരമുണ്ട്, ആ ഈത്തപ്പഴ മരത്തിന്റെ ആ മരം ഒന്ന് പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു സംശയമുണ്ട്. അള്ളാഹുവിന് വാപ്പയില്ലാതെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ, ആ മരുഭൂമിയിൽ ഒരു ഈത്തപ്പഴ മരം കൊടുക്കാൻ കഴിയുമെങ്കിൽ, എന്തുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ അള്ളാഹു ഒരു അരുവി കൊടുത്തില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ്. ലേബർ റൂമിലേക്ക് കയറുമ്പോൾ സുഖപ്രസവത്തിന് വേണ്ടി ഡോക്ടർമാരിൽ പലരും നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ ഒന്ന് നടക്കാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുമ്പോൾ സുഖപ്രസവം എളുപ്പമാകും. അള്ളാഹു ആ ഒരു തീരുമാനം എവിടെന്നാ വന്നത്? ഡോക്ടർമാർക്ക് അറിവ് എവിടെന്നാ വന്നത്? മറിയം ബീവിയിലൂടെ അള്ളാഹ് അറിയിച്ചു കൊടുത്താണ്. മറിയം ബീവിയെ നടന്നു പോയി വെള്ളം കുടിക്ക്, തിരിച്ചും നടന്നു തന്നെ വാ, എന്നിട്ട് മരം പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. ഈത്തപ്പഴ മരം ഇങ്ങനെ കുലുക്കിയപ്പോ ഈത്തപ്പഴം ഇങ്ങനെ ചൊരിഞ്ഞു. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം. അള്ളാഹ് കൊടുത്ത ഭക്ഷണം എന്താ? നല്ല ഈത്തപ്പഴവും വെള്ളവുമാണ്. നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കണം. അത് അള്ളാഹ് നമുക്ക് അറിയിച്ചെന്നാണ്. അങ്ങനെ മരം കുലുക്കിയപ്പോ കുഞ്ഞും പുറത്തേക്ക് പോയി എന്നാണ്. മറിയം ബീവി പ്രസവിച്ചു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കുറേ ദിവസം കുഞ്ഞുമായി അവിടെ ഒറ്റയ്ക്ക് താമസിച്ചു. പിന്നെ ഒരു ആഗ്രഹം, നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു വിവാഹം കഴിക്കാത്ത പെണ്ണ് കൈക്കുഞ്ഞുമായി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഈ കാലഘട്ടത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ അതാണ് ചർച്ച.
വാർത്താ മാധ്യമങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ തടയിൽ തട്ടമിട്ട പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ പേര് കൊണ്ട് മുസ്ലിം ആണെങ്കിൽ പിന്നെ ചാനൽ ചർച്ചകളിലും വാർത്താ മാധ്യമങ്ങളെല്ലാം ആ പേരുകളും കുടുംബവും ഇന്ന് ചർച്ച ചെയ്യും. പോയ മദ്രസകൾ പഠിപ്പിച്ച ഉസ്താദുമാർ അത് ഇത് മൊത്തം ചർച്ചയാണ് അല്ലേ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്തുണ്ടായി? മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു, മറിയമേ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. മറിയം ബിബി പറഞ്ഞു, ഞാൻ നോമ്പുകാരിയാണ്. അന്നത്തെ നോമ്പിന്റെ പ്രത്യേകത, നോമ്പിൽ സംസാരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ എങ്ങനെ റമളാനിൽ അള്ളാഹു സംസാരിക്കരുത് നിയമം പാസാക്കിയ പിന്നെ നമ്മളെ ഒരു നോമ്പ് നമുക്ക് ഉണ്ടാവില്ല. സംസാരിക്കാനേ പറ്റുമോ? നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, മറിയം ബിബി പറഞ്ഞു, ഞാൻ നോമ്പുകാരിയാണെന്ന് ആംഗ്യ ഭാഷയെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. ആളുകൾ ചോദിച്ചു, നീ കളിയാക്കുക? ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കളിയാക്കുക? അല്ല. ആളുകൾ വന്നു ഈസാ നബിയോട് ചോദിച്ചു, മോനെ എന്താണ് വിവരങ്ങൾ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചു എന്നാണ്. ജനങ്ങളെ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, സത്യത്തിന് വേണ്ടി നയിച്ചതാണ് എന്ന് ആ തൊട്ടിലിന്റെ പ്രായത്തിൽ ഈസാ നബി പ്രസവിച്ചിട്ട് ഏതാനും മാസങ്ങളാകുന്നതിന് മുമ്പ് ജനങ്ങളോട് സ്പഷ്ടമായി സ്ഫുടമായി സംസാരിച്ചു എന്ന ചരിത്രം. അപ്പൊ ഒന്ന്, മറിയം ബിബിയുടെ മകൻ ഈസാ നബി. രണ്ട്, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ രക്ഷിച്ച കുട്ടി എന്നാണ്. ജുറൈജ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. വലിയ അള്ളാഹുവിനെ തവക്കുലാക്കി ഇബാദത്തിനായി നിന്ന ഒരു വലിയ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഒറ്റയ്ക്ക് ഇബാദത്താണ്. പകല് മുഴുവനും നോമ്പും ഇബാദത്തും രാത്രി നിസ്കാരം. അങ്ങനെ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് പോയി ജീവിക്കാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. ജുറൈജ് റളിയല്ലാഹു അൻഹു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ഇബാദത്ത് എടുത്തപ്പോൾ ഉമ്മയ്ക്കൊരാഗ്രഹം, മകനെ ഒന്ന് കാണണമെന്ന്. മലയുടെ മുകളിലേക്ക് ഉമ്മ കയറി. മകൻ നിസ്കാരത്തിലാണ്, വഹുവ ഫിസ് സുജൂദ്, മഹാനുഭാവൻ നമസ്കാരത്തിലാണ്. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. മഹാനായ ജുറൈജ് റളിയല്ലാഹു നമസ്കാരത്തിൽ ചിന്തിച്ചു, പടച്ചവനെ, ഇത് പടച്ചവനുമായിട്ടുള്ള മുനാജാത്താണ്. ഉമ്മാക്ക് വിളി കേൾക്കണോ അതല്ല അള്ളാഹുവിന് വേണ്ടി നമസ്കാരം പൂർത്തിയാക്കണോ? ഇല്ല, അള്ളാഹിന് വേണ്ടി നമസ്കാരം പൂർത്തിയാക്കുക. സുന്നത്ത് നിസ്കാരമാണ്. ഉമ്മ വിളിച്ചു, വിളി കേട്ടില്ല. രണ്ടാമത് വീണ്ടും വിളിച്ചു, വിളി കേട്ടില്ല. മൂന്നാമത് വീണ്ടും വിളിച്ചു, വിളി കേൾക്കുന്നില്ല. ആ സമയത്ത് ഉമ്മക്ക് വേദന ഉണ്ടായി. ഇത്ര പ്രായത്തിൽ ഞാൻ ഈ മലമുകളിലേക്ക് വന്നിട്ട് അവനെ വിളിച്ചിട്ട് പോലും അവനൊന്ന് വിളി കേൾക്കണില്ലല്ലോ. ആ സമയത്ത് ഉമ്മയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന വന്നു, പടച്ചവനെ, ഒരു വ്യഭിചാരിണിയെ കൊണ്ട് പരീക്ഷിക്കാതെ എന്റെ മോനെ നീ മരിപ്പിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരുടെ ദുആ വല്ലാത്ത പവറാണ്. സ്വിച്ചിട്ട പോലെ ബലം കിട്ടുമെന്നാണ് ചരിത്രം. ഉമ്മമാരുടെ ദുആ വല്ലാത്ത അസറാണ്. ഉമ്മമാരെ, മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. ജുറൈജ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലായിരുന്നു. നബി തങ്ങൾ ചരിത്രം പറയുന്നുണ്ട്. ചിന്തിക്കണം, ഉമ്മ സുന്നത്ത് നിസ്കാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചാൽ നിസ്കാരമല്ല അവിടെ വരുന്നത്, ഉമ്മക്ക് ഉത്തരം നൽകണമെന്നാണ്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് എന്ത് ചെയ്യണം? നിസ്കാരം പൂർത്തിയാക്കണോ, ഉമ്മക്ക് ഉത്തരം നൽകണോ? അത് എന്തിനും ആകട്ടെ, കടയിൽ പോകാനാകട്ടെ, റേഷൻ കടയിൽ പോകാനാകട്ടെ, എന്ത് സാധനം എടുക്കാനാകട്ടെ, ഏതിനാകട്ടെ, മോനെ എന്ന് വിളിച്ചു, നീ സുന്നത്ത് നിസ്കാരം എടുത്തെങ്കിൽ ആ നിമിഷം നീ ഉത്തരം കൊടുക്കണമെന്നാണ്. വാപ്പ വിളിച്ചു, വാപ്പ അവിടെ വിളിക്കട്ടെ, ഉമ്മാക്കാണ് സ്ഥാനം. നിസ്കാരം പൂർത്തിയാക്കിയിട്ട് വാപ്പാക്ക് വിളി കൊടുത്താൽ മതി. ഉമ്മക്ക് ആ സ്ഥാനത്തിൽ ഉമ്മക്കാണ് ഒന്നാം സ്ഥാനം. 1, 2, 3 ഉമ്മാക്കാണ്, 4ാമതേ വാപ്പാക്കുള്ളൂ. സ്വർഗത്തിലേക്കുള്ള വാതില് ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. ഉമ്മ സ്വർഗമാണ്, ആ സ്വർഗത്തിലേക്കുള്ള കവാട വാപ്പയാണ്. അപ്പൊ രണ്ടുപേരും വേണം. പക്ഷെ വാപ്പാക്ക് നിസ്കാരത്തിന് ശേഷം മറുപടി കൊടുത്താൽ മതി, ഉമ്മാക്ക് അങ്ങനെയല്ല, നിസ്കാരത്തിന് മറുപടി കൊടുക്കുക. അവർ നിയമം കൂടി പഠിച്ചില്ലേ. അപ്പം എന്ത് ചെയ്തു? ഉമ്മ ദുആ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ നാട്ടിലാകെ വാർത്ത, ജുറൈജ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഇബാദത്തിലാണ്. അങ്ങനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ പൊളിച്ചു തരാം, അദ്ദേഹത്തെ സത്യസന്ധനാണോ അല്ലെന്ന് ഞാനൊന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് കരുതി പല കോലത്തിൽ, പല പാപത്തിൽ, പല രൂപത്തിൽ വേഷം പ്രസന്നനായി അല്ലെങ്കിൽ ഔറത്തൊക്കെ വെളിവാക്കി ഒരു പുരുഷനെ വികാരം തോന്നുന്ന രീതിയിൽ ഒരുങ്ങി പലപ്പോഴും ജുറൈജ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. കാണാൻ വന്നു നിന്നു. മഹാനുവന് മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. തീരെ നിർവാഹമില്ലാന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ളൊരു ആട്ടിടയനുമായി പെണ്ണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പെണ്ണ് ഗർഭവതിയായി. നാട്ടിലാകെ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉത്തരവാദി, ഗർഭത്തിന് ഉത്തരവാദി ജുറൈജ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ കുഞ്ഞുമായ ആളുകൾ വന്നു. ആളുകളോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാണ്. ആളുകൾ പറഞ്ഞു, കൊള്ളാലോ, പകല് നോമ്പും രാത്രി നിസ്കാരവും വലിയ തങ്ങളായി നടക്കുന്ന ആളാണല്ലോ, ഈ പ്രവർത്തനമാണോ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. നേരെ വന്ന് ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. മഹാനുഭാവനെ തല്ലി, തന്റെ ടെന്റുകൾ, തന്റെ ചെറിയ വീടൊക്കെ അടിച്ചു പൊളിച്ച് ആകെ നാശാക്കി. ചോദിച്ചു, നിങ്ങൾ എന്തിനാ തല്ലണേ? പറഞ്ഞു, നിനക്കറിയില്ലേ ഈ കുട്ടിയുടെ വാപ്പ നീയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണോ കാര്യം? ഒരു അല്പസമയം എനിക്ക് തരിക, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് അവസരം തരിക. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നമസ്കരിച്ചിട്ട് കുട്ടിയെ ശരീരം തട്ടിയിട്ട് ചോദിച്ചു, മോനെ, നിന്റെ വാപ്പയാരാ?
നിന്റെ വാപ്പയാര്? ആളുകളൊക്കെ നിൽക്കാണ്. ആ കുഞ്ഞ് കൈക്കുഞ്ഞ് ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ, എന്റെ വാപ്പ ഈ മഹാനല്ല, എന്റെ വാപ്പ തൊട്ടടുത്ത താഴ്വാരത്തിലെ ആട്ടിടയനാണ്, ഉമ്മ അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്ന് പറഞ്ഞു ആ കുഞ്ഞ് സംസാരിച്ചു എന്നാണ്. അപ്പൊ രണ്ടാമത്തത് ജുറൈജ് റളിയല്ലാഹു അൻഹു രക്ഷിച്ച കുട്ടിയെന്നാണ്. മൂന്നാമത്തെ സംഭവം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കുഞ്ഞിന് ഒരു ഉമ്മ പാല് കൊടുക്കാൻ, ഉമ്മ കുഞ്ഞിന് പാല് കൊടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫമറ റജുലുൻ റാകിബുൻ അലാ ദാബത്തിൻ ഫാരിഹത്തിൻ വശാറത്തിൻ ഹസനത്തിൻ, ഒരു നല്ല കോലത്തിൽ കണ്ടാൽ ആളുകൾ നോക്കി പോകുന്ന നല്ല സ്വഭാവത്തിനുടമയായ ഒരാൾ അതുവഴി നടന്നിങ്ങനെ പോവാൻ, കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാൻ, തന്റെ മൃഗത്തിന്റെ പുറത്ത് ഇങ്ങനെ പോയപ്പോ ഉമ്മ പാല് കൊടുത്തോണ്ടിരിക്കണം. ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ഇജ്അൽ ബിനി മിസ്ല ഹാദാ, പടച്ചോനെ എന്റെ കുട്ടിയെ ഇതുപോലെയാക്കണേ, എന്റെ കുട്ടിയെ ഇതുപോലെയാക്കണേ. ആ സമയത്ത് ആ കുഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് അകിടിൽ നിന്ന് മാറി ഉമ്മയുടെ സ്തനത്തിൽ നിന്ന് വായൊന്ന് അകറ്റിയിട്ട് എഴുന്നേറ്റ് ആളെ ഒന്ന് നോക്കിയിട്ട് ആ കുഞ്ഞ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ല, പടച്ചവനെ ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ, ആ കുഞ്ഞിനെ പോലെ ആ ആളെ പോലെ എന്നെ ആക്കരുത്. വീണ്ടും പാല് കുടിച്ചു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരൻ, നബി തങ്ങൾ ആംഗ്യം കാണിക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിരലിങ്ങനെ വായിലേക്ക് ഇട്ടിട്ട് കുടിക്കുന്നത് പോലെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു ആ സ്വഹാബത്തിന്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോ അതുവഴി ഒരു പെണ്ണ് കടന്നുപോയി. ആ കടന്നുപോയപ്പോ വിജാരിയത്തൻ വഹും യളിരിബൂനഹാ വയഖൂലുന സൈനതി സറഖതി, ഒരു പെണ്ണിനെ ആളുകൾ ഇങ്ങനെ കല്ലെറിഞ്ഞ് കൂകി വിളിച്ചു കൊണ്ടുപോകണം, നീ മോഷ്ടിച്ചവളാണ്, നീ വ്യഭിചരിച്ചവളാണെന്ന് പറഞ്ഞ് ഓരോ ആരോപണങ്ങൾ പറഞ്ഞ് എറിഞ്ഞു ഓടിക്കാണ് ഒരു പെണ്ണിനെ. ആ സമയത്ത് പാല് കൊടുത്തുകൊണ്ടിരുന്ന ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ വമിസ്ലഹാ, അല്ലാഹുവേ പടച്ചവനെ എന്റെ കുട്ടിയെ ഇതുപോലെ ആക്കല്ലേ, അല്ലാഹ് എന്റെ കുട്ടിയെ ഇതുപോലെ ആക്കല്ലേ. ആ സമയത്ത് ഫതറക്കറലാഉ വനളറ ഇലൈഹാ, കുഞ്ഞ് പാല് നിർത്തിയിട്ട് കുടി നിർത്തിയിട്ട് ആളിലേക്ക് നോക്കിയിട്ട് കുഞ്ഞു പറഞ്ഞു, അല്ലാഹുമ്മ ഇജ്അൽനി മിസ്ലഹാ, പടച്ചവനെ എന്നെ അതുപോലെ ആക്കണേ. എന്തേ കാര്യം? ഉമ്മ ചോദിച്ചു, എന്താ മോനെ കാര്യം? കുഞ്ഞാണ്, പാല് കുടിക്കുന്ന പ്രായത്തിൽ സംസാരിച്ച സംസാരത്തിന്റെ ചരിത്രം. ബനൂ ഇസ്രായേൽപ്പെട്ട കുട്ടിയാണ്. നബി തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ആദ്യം പോയ ആൾ നിങ്ങൾക്കിടയിൽ വലിയ ആളൊക്കെയാണ്, ആളുകൾക്കിടയിൽ നല്ല ഇബാദത്തും നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്, ഉള്ളിന്റെ ഉള്ളു കളങ്കമാണ്. പക്ഷെ ഈ പെണ്ണുണ്ടല്ലോ, പുറമെ ആളുകൾ പറഞ്ഞതുപോലെ അല്ല, ഉള്ളിൽ അള്ളാഹുവിനെ ഭയമുണ്ട്, ഒരു തെറ്റ് ചെയ്തിട്ടില്ല, വെറുതെ ആരോപണങ്ങളാണ്, അതാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് കുഞ്ഞ് പറഞ്ഞു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയായി? ഈസാ നബിയുടെ ചരിത്രം, 2 ജുറൈജ് റളിയല്ലാഹു ചരിത്രം, മൂന്നാമത്തത് ബനൂ ഇസ്രായേലിലെ കുട്ടി. പിന്നീട് 2 സംഭവങ്ങൾ നബി തങ്ങൾ മറ്റ് ഹദീസുകളിലൂടെ പറഞ്ഞതാണ്. ഒന്ന് മാഷിത്താവിയുടെ ചരിത്രമാണ്. നമുക്കറിയാം, ചെറുപ്രായത്തിൽ തന്നെ ഫറോവ, രോഗം അടക്കി ഭരിച്ച ഫറോവ ഫിർഔൻ തന്റെ കുഞ്ഞുങ്ങളെ കൊന്നപ്പോ ആ കൈക്കുഞ്ഞ് സംസാരിച്ചു ഉമ്മയോട്, ഉമ്മ വിഷമിക്കണ്ട, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് മഹദിയായ മാഷിത്താബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം. അൽഹംദുലില്ലാ. അപ്പൊ 4 ആയില്ലേ. 5-മത്തത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. മഹദിയായ സുലൈഖ ബീവി പ്രണയം നടത്തി യൂസുഫ് നബിയെ പാട്ടിലാക്കാൻ നോക്കിയപ്പോ അവസാനം ഗത്യന്തരമില്ലാതൊരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിൽ വെച്ച് സുലൈഖ ബീവി യൂസുഫെ കയറി പിടിച്ചു, കുപ്പായം കീറി. ചരിത്രം വിശദീകരിക്കുന്നില്ല. ഈ ചരിത്രങ്ങളൊക്കെയും ഈ പറയുന്ന 5 ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ്, വിനീതന് നേതൃത്വം കൊടുക്കുന്ന മജ്ലിസാണ്. ആ മജ്ലിസിൽ ഓരോരുത്തരുടെ ചരിത്രം പാടി പറയുന്നുണ്ട്. ദിവസങ്ങളോളം പാടി പറഞ്ഞിട്ടുണ്ട്. ചരിത്രം വിശാലമായി കേൾക്കണമെങ്കിൽ ആ ചാനലിൽ നോക്കുക. ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂസുഫ് നബി സുലൈഖ ബിയെ കയറി പിടിച്ചു എന്ന് ആളുകളൊക്കെ പറഞ്ഞു. അസീസ് രാജാവ് അങ്ങനെ വിശ്വസിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനല്ല പിടിച്ചത്. യൂസുഫ് നബിയോട് ചോദിച്ചു, തെളിവുണ്ടോ? യൂസുഫ് നബി പറഞ്ഞു, തെളിവുണ്ട്. ആ സമയത്ത് അവിടെ തൊട്ടിൽ കിടന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, യൂസുഫ് നബി ചെയ്തിട്ടില്ല, സുലൈഖ ബിയാണ് ചെയ്തത്. അങ്ങനെ യൂസുഫ് നബി രക്ഷിച്ച കുട്ടിയാണ് ആ കുട്ടിയെന്ന്, സംസാരിച്ച കുട്ടിയെന്ന്, 5-മത്തെ കുട്ടിയെന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. തൊട്ടിലിൽ കിടക്കേണ്ട പ്രായത്തിൽ സംസാരിച്ച 5 കുട്ടികളുടെ ചരിത്രമാണ് നമ്മളൊന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല ഉപകാരപ്രദമായ അറിവുകൾക്ക് കേട്ടിരിക്കേണ്ട ചരിത്രങ്ങൾ. ദിക്റുസ് സ്വാലിഹീന കഫാറത്തു ദുനൂബ്, മഹാന്മാരുടെ ചരിത്രം പഠിക്കലും പറയലും കേൾക്കലും എല്ലാം പാപങ്ങൾ പൊറുപ്പിക്കും. ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കന്മാരുടെ ചരിത്രം കേൾക്കലും പറയലും എല്ലാം അത് ഇബാദത്താണെന്ന് നബീന റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. അതുപോലെ ബദറിൻ തീരുമെന്ന ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും 9 മണിക്കാണ് ചരിത്ര പ്രഭാഷണം, തിബ്ബുസ്സലാത്തും അസ്മാൽ ഹുസ്നയും അസ്മാൽ ബദറൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ ഒരു പുതിയ വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹ് കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.